ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോമ്പാചരണത്തിലൂടെയാണല്ലോ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ സാധിക്കുന്ന നിരവധി സൽഗുണങ്ങൾ പരിശുദ്ധ മാതാവിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 45-ാം വാക്യം. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവർത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ പരിശുദ്ധ മാതാവ് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എലിസബത്ത് മാതാവിനെ കുറിച്ച് പറഞ്ഞ വാചകമാണിത്. പ്രിയമുള്ളവരെ, മാതാവിനെ പോലെ വിശ്വാസതീഷ്ണതയിൽ ജീവിക്കാൻ പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുനാമത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയ പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ മാതാവിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത മാതാവിൻ്റെ അനുസരണാശീലമാണ്. ദൈവവചനത്തെ അന്ധമായി അനുസരിക്കുന്ന, യുക്തി അടിയറവ് വയ്ക്കുന്ന അനുസരണാശീലം മാതാവിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദൈവ തിരുമുമ്പാകെയുള്ള ഈ അനുസരണം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ നടക്കുന്നതിനും പാപത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും ഇടയാക്കും. ഇപ്രകാരം ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാനുള്ള കൃപ നമ്മളിൽ ഉണ്ടാകുവാൻ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതവും നമുക്കുണ്ടാവണം. ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.